പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ലേസർ പ്രിന്ററായ Canon MF4820d എന്ന പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള സിമ്പിൾ വീഡിയോ ആണ്. എങ്ങനെയാണ് കാറ്റജ് ചേഞ്ച് ചെയ്യൽ, എങ്ങനെയാണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കൽ, സ്കാൻ ചെയ്യൽ, എങ്ങനെയാണ് പ്രിന്റ് ചെയ്യൽ, എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു ഓഫീസ് പർപ്പസിനോ അല്ലെങ്കിൽ ഒരു ജനസേവാ കേന്ദ്രങ്ങളിൽ ഫോട്ടോസ്റ്റാറ്റ് പ്രിൻ്ററായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ലേസർ പ്രിൻ്ററുകളിൽ ഒരു പ്രിൻ്ററാണ് കനോണിൻ്റെ MF4820d എന്ന പ്രിൻ്റർ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ വളരെ ഫാസ്റ്റ് രീതിയിൽ തന്നെ പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ്. ആളിവൻ പ്രിൻ്ററാണ് ഇത്. അതായത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം, സ്കാൻ ചെയ്യാം, പ്രിൻ്റ് ചെയ്യാം. ഇത് മൂന്നുമുള്ള ഫീച്ചേഴ്സുള്ള പ്രിൻ്ററാണ് കനോണിൻ്റെ MF4820d എന്ന പ്രിൻ്റർ. ഇതിൽ ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാനും എല്ലാം ഇതിൽ സാധിക്കുന്നതാണ്. ഇവിടെ ഫ്രണ്ടിൽ കാണുന്ന ഈ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി ഫോട്ടോസ്റ്റാറ്റ് വരുന്നതാണ്. മാത്രമല്ല ഈ മോഡൽ പ്രിൻ്ററിന് ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിങ്ങും പാടുണ്ട്. അതായത് ഒരു പേജിൽ തന്നെ രണ്ട് സൈഡും പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിന് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്കാനർ ഏരിയ വരുന്നത്. കണ്ടില്ലേ, A4 സൈസ് വരെയുള്ള ഡോക്യുമെൻ്റ് എല്ലാം നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ മെത്തേഡുകൾ വരുന്നത് പ്രിൻ്ററിൻ്റെ പിറകു വശത്ത് റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. നേരെ പിറകു വശത്ത് കാണിച്ചു തരാം. നേരെ പിറകു വശത്ത് കണ്ടില്ലേ, USB കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടും അതേപോലെ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള സെക്ഷനെല്ലാം ഇവിടെയാണ് വരുന്നത്. കണക്ഷൻ മെത്തേഡ് വരുന്നത് USB കണക്ഷൻ മാത്രമേ ഉള്ളൂ, നെറ്റ്വർക്ക് കണക്ഷൻ വരുന്നില്ല ഇതിന്. പ്രിൻ്ററിൻ്റെ സീരിയൽ നമ്പർ വരുന്നതും പ്രിൻ്ററിൻ്റെ പിറകു ആയിട്ടാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് എൻക്വയറികൾക്കും മറ്റു ആവശ്യങ്ങൾക്ക് നിങ്ങൾ സർവീസ് സെൻറ്ററിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ സീരിയൽ നമ്പർ ചോദിക്കും. അപ്പോൾ സീരിയൽ നമ്പർ വരുന്നത് പ്രിൻ്ററിൻ്റെ നേരെ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നേരെ പിറകു വശത്ത് ഇവിടെ ചെറിയൊരു ബാർകോഡ് സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ടാണ് ഇതിൻ്റെ പ്രിൻ്ററിൻ്റെ സീരിയൽ നമ്പർ വരുന്നത്. അത് നിങ്ങൾക്ക് അവർക്ക് സർവീസ് സെൻറ്ററിൽ സർവീസിനെ വിളിക്കുന്ന സമയത്ത് അവർക്ക് ഇൻഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ മോഡൽ പ്രിൻ്ററിന് 2 ട്രേ ആണ് വരുന്നത്. അതും രണ്ടും ഫ്രണ്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രിൻ്ററിൻ്റെ താഴെ ഭാഗത്ത് പവർ ബട്ടനോട് ചേർന്നുള്ള ഈ ഒരു ട്രേ ആണ് പേപ്പർ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതാണ് മെയിൻ ട്രേ. ഈ ഏറ്റവും താഴെ കാണുന്നതാണ് മെയിൻ ട്രേ. നിങ്ങൾക്ക് കുറേ ബണ്ടിൽ പേപ്പേഴ്സൊക്കെ ഇതിലാണ് വെക്കേണ്ടത്. ആ ട്രേ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതൊരു ചെറിയൊരു ലിവറാണ്. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ പേപ്പറിന് കറക്റ്റ് സൈസാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മെയിൻ ട്രേ കാണാൻ സാധിക്കും. നമുക്ക് കുറേ പേപ്പർ വേണമെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ആ കാണുന്ന ലിവർ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, ഈ ബാക്കിൽ കാണുന്ന ഈ ലിവറും കറക്റ്റാക്കി അതിന് ശേഷം പേപ്പർ വെച്ചതിന് ശേഷം കറക്റ്റാക്കി വെക്കുക. അതേപോലെ അതിന് നിങ്ങൾക്കൊരു പ്രൊട്ടക്റ്റീവായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് ട്രേയും വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കാണുന്ന സെക്കൻഡ് ട്രേ ആണ് നിങ്ങൾക്ക് ഈ മുകളിൽ കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്ക് ചെറിയ സൈസ് പേപ്പറോ അല്ലെങ്കിൽ ഇതേ സെയിം സൈസ് പേപ്പർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ മുകളിലെ ട്രേയും ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം മുകളിലെ ട്രേ ആണ് പിക്ക് ചെയ്യുക, പേപ്പർ പിക്ക് ചെയ്യുക. അതിന് ശേഷം മാത്രമാണ് സെക്കൻഡ് ട്രേ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ട്രേ പിക്ക് ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് കണ്ടില്ലേ, ഇതേപോലെ അത്രയും നല്ല വിശാലമായ സ്പേസാണുള്ളത്. പക്ഷേ മെയിൻ ട്രേ അല്ലെങ്കിൽ താഴത്തെ ട്രേയിൽ അത്രയും വെക്കുന്ന ക്വാണ്ടിറ്റി പേപ്പർ ഈ മുകളിലത്തെ പേപ്പറിൽ വെക്കാൻ സാധിക്കില്ല. കാരണം അതിന് ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഇത് പേപ്പർ പ്രിൻറ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്ന ട്രേ ആണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെക്കാം. ചെറിയ സൈസ് പേപ്പർ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് വെക്കാൻ കഴിയുന്നത് ഈ ഒരു മുകളിലെ ട്രേയിലാണ്. ഇത് ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓരോരോ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ചെറിയൊരു കട്ട് പേപ്പർ കാണിച്ചു തരാം വീഡിയോയിൽ. കണ്ടില്ലേ, ഇതേപോലെ ചെറിയ സൈസ് പേപ്പറാണ് വെക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ഇതേപോലെ പേപ്പർ വെക്കുക. എന്നിട്ട് ഈ 2 സൈഡത്തെ ലിവറും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കറക്റ്റായിട്ട് ബെൻഡ് ആവാത്ത രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. മെയിൻ ട്രേ തന്നെ നമുക്ക് ടെസ്റ്റ് പേജിന് ഉപയോഗിക്കാം. ജസ്റ്റ് പേപ്പർ പിക്ക് ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, ഏകദേശം നമ്മൾ ചെയ്ത പ്രോസസ്സെല്ലാം കംപ്ലീറ്റഡ് ആണ്. കാറ്റജ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ കാറ്റജ് ഇൻസേർട്ട് ചെയ്യാനോ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ സ്കാനർ മൊഡ്യൂൾ നമുക്ക് 45 ആംഗിളിൽ ഓപ്പൺ ചെയ്ത് വെക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സ്കാനർ മൊഡ്യൂൾ ഈ 45 ആംഗിളിൽ മാത്രമേ ഓപ്പൺ ചെയ്യുകയുള്ളൂ. അതിൻ്റെ മുകളിലോട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇഞ്ചസ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതിന് താഴെ ഈ ഡോർ കണ്ടോ, ഈ ഡോർ ഓപ്പൺ ചെയ്യുക. അത് മുകളിൽ ആ സ്കാനർ മൊഡ്യൂളിൽ നിങ്ങൾക്ക് ലോക്കാക്കി വെക്കാൻ സാധിക്കും. കണ്ടില്ല, ഇവിടെയാണ് കാറ്റജ് വരുന്നത്. അത് ജസ്റ്റ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ആ ലിവറിന് പിടിച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക്. കനോണിൻ്റെ 328 സീരീസ് കാറ്റജാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. കഴിയുന്നതും ഒറിജിനൽ കാറ്റജ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. റീഫിൽ ചെയ്യുകയോ അല്ലെങ്കിൽ കോമ്പാറ്റബിൾ കാറ്റജ് ഉപയോഗിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവുന്നതാണ്.
അതെടുത്തതിന് ശേഷം പുതിയ കാർട്രിഡ്ജ് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ആ സ്ലോട്ടിലോട്ട് ഇൻസെർട്ട് ചെയ്ത് കറക്റ്റാക്കി ലോക്കാക്കി വെക്കാൻ സാധിക്കും. എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം സ്കാനർ മോഡിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കമ്പ്യൂട്ടറിൽ നിന്നൊരു ടെസ്റ്റ് പേജ് പ്രിൻറ്റ് കൊടുത്തു. ഏകദേശം പേപ്പർ പിക്ക് ചെയ്താണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ചെറിയൊരു മെയിൻ്റെനൻസ് അല്ലെങ്കിൽ സർവീസിന് വന്ന പ്രിൻ്ററാണ്, അതുകൊണ്ടാണ് ഇത് ക്ലിയർ ഇല്ലാത്തത്. അപ്പോൾ ഏകദേശം നമ്മളെ പ്രോസസ്സെല്ലാം കംപ്ലീറ്റഡ് ആണ്. ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇതാണ് സ്കാനർ യൂണിറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഡോക്യുമെൻ്റ് വെക്കാം. ഞാനിപ്പോൾ ഒരു പ്ലെയിൻ പേപ്പറിൽ ജസ്റ്റ് ഒരു പാൻ കൊണ്ട് ടെസ്റ്റ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ടെസ്റ്റ് എന്നുള്ള എഴുതി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഭാഗം താഴോട്ട് വരുന്ന ആ ഗ്ലാസ്സിലോട്ട് വരുന്ന രീതിയിൽ വേണം നമുക്ക് അവിടെ വെക്കാൻ. ഇവിടെ നമുക്കൊരു ആരോ മാർക്ക് കൊടുത്തത് കാണാൻ സാധിക്കും. ഇവിടെയാണ് 0 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ച് വെക്കണം നമ്മളെ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഡോക്യുമെൻറ്റ് തല കീഴായിട്ട് വെക്കണം. നമുക്ക് വെച്ചില്ലേ. ഇതിനുശേഷം ഡോറ് ക്ലോസ് ചെയ്യുക. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് എത്ര കോപ്പീസ് വേണമെന്നുള്ളതാണ്. ഇവിടെ എറർ ലൈറ്റ് ഓൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് കാര്യമാക്കേണ്ട, റീഫിൽ കാർട്രിഡ്ജ് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. ഇവിടെ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എത്ര പേജ് വേണമെന്നുള്ളത്. ഓക്കെ, 96 അതിന് ശേഷം ജസ്റ്റ് ഇപ്പോൾ ഞാൻ സപ്പോസ് 1 കൊടുത്തത്. അതിന് ശേഷം ഇത് നമുക്ക് എന്തെങ്കിലും റോങ് ആയി കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലിയർ എന്നുള്ളത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കാനിങ് നടന്ന് പേപ്പർ പിക്ക് ചെയ്താണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം ഇപ്പോൾ പേപ്പർ പിക്ക് ചെയ്തിട്ടുണ്ട്. പേപ്പർ പിക്ക് ചെയ്താണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഈ കാർട്രിഡ്ജിൽ മഷി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എഴുതിയ ഡോക്യുമെൻറ്റ് ചെറിയ രീതിയിലേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഡ്യൂപ്ലെക്സ് പ്രിൻറ്റ് ചെയ്യുന്ന നോക്കാം. ഏതെങ്കിലും ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാനിവിടെ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് എന്നൊരു ഫയൽ ഇവിടെ, ഒരു വേർഡ് ഫയലുണ്ട് ഇവിടെ. അത് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുന്നു. അത് സിംഗിൾ പേജാണ്. ഞാനത് 2 പേജാക്കി മാറ്റുന്നു. കൺട്രോൾ ആളെന്ന് കൊടുത്താണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്താണ്ട് താഴെ ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് 2 പേജായിട്ടുണ്ടാവും. കണ്ടില്ല, യെസ്, 2 ഷീറ്റ് പേജ് ഉണ്ട് ഇപ്പോൾ ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സാധാ കൺട്രോൾ P അല്ലെങ്കിൽ പ്രിൻ്റ് എന്നുള്ള കമാൻഡോ കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് നേരെ ഈ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും 2 സൈഡ് പ്രിൻറ്റിങ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴെ. കണ്ടില്ലേ, ഇതിലാദ്യം ഇപ്പോൾ ഉള്ളത് 1 സൈഡ് പ്രിൻ്റർ ഓപ്ഷനാണുള്ളത്. അത് ക്ലിക്ക് ചെയ്താണ് അതിൽ 2 സൈഡ് പ്രിൻറ്റിങ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അതിന് താഴെ നിങ്ങൾക്ക് അറിയാം ബ്ലൈൻഡിങ് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അത് ലോങ് എഡ്ജാണ് ഷോർട്ട് എഡ്ജ് ഏതാ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. വീണ്ടും ഓക്കെ എന്നുള്ള കമാൻഡ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻറ്റിലേക്ക് കമാൻഡ് ചെല്ലുന്നതാണ്. അങ്ങനെ ഫസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് വന്നു. അത് അതേപോലെ അകത്തേട്ട് പോയതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡും പ്രിൻറ്റ് ചെയ്താണ്ട് ഇതേപോലെ പുറത്തോട്ട് ഇജക്റ്റായി വരുന്നത് കാണാൻ സാധിക്കും. പ്രിൻ്ററിൽ ചെറിയ ഇങ്ക് കുറവുണ്ട്, അതുകൊണ്ടാണ് കാർട്രിഡ്ജ് കുറവുണ്ട്, അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പ്രിൻറ്റിങ് സെറ്റിങ്സ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം, അതുപോലെ പ്രിൻറ്റിങ് സെറ്റിങ്സ് എങ്ങനെ നോക്കാം. ഇതിനുവേണ്ടി ഞാനൊരു സാമ്പിൾ ഡോക്യുമെൻ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഒരു വേർഡ് ഫയലാണത്. നോർമൽ കേസിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ P എന്നുള്ള കമാൻഡാണ്. കൺട്രോൾ ബട്ടണും പ്രസ് അതിന് ശേഷം P എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി പ്രിൻറ്റ് കമാൻഡ് വരുന്നതാണ്. ഇപ്പോൾ കാണിച്ചത് യെസ്, ഇതേപോലെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. നോർമൽ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് കോപ്പീസ് എത്ര വേണമെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പേപ്പർ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. കണ്ടില്ലേ, പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പ്രിൻ്ററിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത്. ഇനി കൂടുതൽ അഡ്വാൻസ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഒന്നുകൂടി കൺട്രോൾ P എന്ന് കൊടുത്താണ് പ്രിൻറ്റ് കമാൻഡ് കൊടുക്കുക. ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നതിന് കൂടെ ഇവിടെ പ്രോപ്പർട്ടീസ് എന്നുള്ള കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ പേപ്പർ സൈസ് ഏതാണെന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം അതായത് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ പേപ്പർ സൈസാണ് ചോദിക്കുന്നത്, അത് ഏതാണെന്നുള്ളത് കൊടുക്കുക. അതേപോലെ അതിൻ്റെ താഴെ ഔട്ട്പുട്ട് സൈസ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വരേണ്ട സൈസ് ഏതാണെന്നുള്ളതാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് മാച്ച് പേജ് സൈസ് കൊടുക്കുന്നത് ഏക്കാരം കുറച്ചുകൂടി ബെറ്റർ. അതല്ല നിങ്ങൾ A4 കട്ട് പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ, ഇവിടെ പ്രിവ്യൂ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് അതേപോലെ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു പേജിൽ ഒരു ഡോക്യുമെൻറ്റ് മതി, അതല്ല ഒരു പേജിൻ്റെ ഉള്ളിൽ 2 അവിടെ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവിടെ മെൻഷൻ ചെയ്യുക. പേജ് ഔട്ട് എന്നാണ് അതിന് പറയുന്നത്. പിന്നെ ഡ്യൂപ്ലെക്സ് പ്രിൻറ്റിങ്, അതായത് ഡബിൾ സൈഡ് പ്രിൻറ്റിങ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 സൈഡ് പ്രിൻറ്റിങ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം പ്രിൻറ്റ് കൊടുക്കണം. എങ്കിൽ മാത്രമേ 2 സൈഡ് പ്രിൻറ്റ് ചെയ്ത് വരികയുള്ളൂ. പിന്നെ ലോങ് എഡ്ജ്, ഈ 2 സൈഡിൻ്റെ ഒരു ഓപ്ഷനിൽ വരുന്നതാണ് ഈ ലോങ് എഡ്ജ് ഷോർട്ട് എഡ്ജ്. അത് നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്.
ഈ ഫിനിഷിങ് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. മുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് കോപ്പീസ് എത്ര വേണമെന്നുള്ളത് ഇവിടെയാണ് മെൻഷൻ ചെയ്യേണ്ടത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പേജ് റേഞ്ച്, അതായത് കൂടുതൽ പേജസ് ഉണ്ടെന്ന് സിംഗിൾ പേജ് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ പ്രിൻറ്റ് ചെയ്ത് ഇതേപോലെ പേപ്പർ പിക്ക് ചെയ്താണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.